ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഇവിടെ ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുന്നതാണെങ്കിലും ഇത് എല്ലാ സഭാകാലഘട്ടത്തിലുള്ള സഭകൾക്കും വിശ്വാസികൾക്കും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, അല്പമേ ശക്തി മാത്രമുണ്ടായിട്ടും വചനത്തെ കാക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്. അതുകൊണ്ട് അത് വായിക്കുകയും പഠിക്കുകയും പാലിക്കുകയും പ്രമാണിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വായിക്കുക പഠിക്കുക മാത്രമല്ല, അത് ബൈഹാർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഇരിക്കുകയുള്ളൂ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾക്ക് പാലിപ്പാനായിട്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിയത്തില്ല എങ്കിൽ, വചനം അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. വചനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വെളിപ്പാട് തന്നെ 22-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിനും അവരുള്ള അംശം ദൈവം നീക്കിക്കളയുന്നു. അതുപോലെ 18-ാം വാക്യത്തിൽ, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നു എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ പാതകളെ ദൈവം വരുത്തും. ഈ ദൈവത്തിൻ്റെ വചനത്തിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ, കാരണം അതിൽ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനായിട്ട് ദൈവമക്കൾക്ക് ആർക്കും അധികാരമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം നമ്മുടെ എമോഷണലായിട്ടുള്ള ഇതുകൊണ്ട് നമ്മുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മൾ വചനത്തോട് കൂട്ടുകയും ചിലപ്പോൾ വചനത്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ട് പാടില്ല. ഇവിടെ ഈ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്പമേ ശക്തിയുള്ളൂ, എന്നിട്ടും അവർ വചനം കാക്കുന്നു. അവർ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാത്തവരാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണികെട്ടത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. അല്ലെങ്കിൽ ദൈവം മൂക്കിൽ നിന്ന് പുറപ്പെടുന്ന ശ്വാസം പോലെയാണ്. അതാണ് എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വചനമാണ്. അല്ലാതെ മനുഷ്യൻ എഴുതിയ ഈ 66 പുസ്തകം നമുക്കുണ്ട്. ആ 66 പുസ്തകങ്ങളും ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവം എഴുതി തന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവമക്കൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എഴുതിയ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്ന അവർക്ക് അല്പം ശക്തിയുള്ളൂ. കർത്താവ് അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല, നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. യെശയ്യാവ് 30-20 വാക്യത്തിലാണ് അത് പറയുന്നത്. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് സാഹചര്യങ്ങൾ കൂടെ വന്നാലും, ഏത് പ്രയാസഘട്ടങ്ങളിൽ കൂടെ വന്നാലും അവർക്ക് അല്പമേ ശക്തിയുള്ളവർക്ക് കഴിവൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് അവർ കാത്തുകൊണ്ടു. അത് ഈ ലോകത്തിൽ പുകഴുവാൻ ഒന്നുമില്ലെങ്കിൽ ഇയ്യോബ് പറഞ്ഞതുപോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ നോക്കിയിരിക്കും. അതാണ് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനൊരു ഉദാഹരണം പറയാം. പീറ്റേഴ്സ്ബർഗിൽ എന്ന പട്ടണത്തിലൊരു ഭവനത്തിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ശേഷം ഒരു കുഞ്ഞ് ജനിച്ചു. അവളുടെ പേര് ഹിരൺഷാ. കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ കുഞ്ഞിന് സംസാരിക്കുവാൻ കഴിവില്ല. മാത്രമല്ല 2 കാലും തളർന്നത് കാരണം നടക്കുവാനും സാധ്യമല്ല. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകിയ ഒരു ദിവസം കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി. ഹിരൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് കണ്ണ് കാഴ്ചയില്ലെങ്കിലും അവൾ സന്തോഷവതിയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ തുള്ളിച്ചാടുക പോലും ചെയ്തു. അവളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്തെന്നറിയുവാൻ കിരൺ ആഗ്രഹിച്ചു. കിരൺ
തനിക്കാണെങ്കിൽ ജീവിതം മടുത്തു, എന്തിനു ജീവിക്കണം എന്ന ചിന്ത. ഏതായാലും ഹിരൺ ഡോക്ടറെ കണ്ടിട്ട് മടങ്ങുമ്പോഴും അന്ധ്യയായ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അന്ധ്യയായ കുട്ടി അവളുടെ ബാഗിൽ കൈയിട്ട് ഒരു പുസ്തകം എടുത്ത് ഹിരന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് സന്തോഷം തരും. അത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. ദൈവത്തിൻ്റെ വചനം സന്തോഷം തരുമെന്ന് ആ അന്ധ്യയായ കുട്ടിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നടക്കാൻ വയ്യാത്ത ഈ കുഞ്ഞിന് അതിൻ്റെ വചനം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്ക് സന്തോഷം തരും. അതേ, ജീവിതത്തിൽ സന്തോഷം തരുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷവും നമ്മൾക്ക് സന്തോഷം തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ലേഖ വായിച്ചു അവൾക്ക് യേശുക്രിസ്തുവിനെ കണ്ടെത്തി അവരും കുടുംബമായിട്ട് കർത്താവ് രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായിട്ട് തീർന്നു. അവരവരുടെ സങ്കടം, അവർക്ക് സങ്കടമില്ലായ്മയില്ല. ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ ഇത് മാത്രമുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. ഹിരൻ്റെ നിരാശ മാറി. കഴിവില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദൈവവചനം മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കുമെന്നവൾ നിശ്ചയിച്ചു. രാത്രി മുഴുവനും അവൾ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കടലാസുകൾ എഴുതും. രാവിലെ അവളുടെ അമ്മ അവളുടെ വീട്ടിൻ്റെ ബാൽക്കണിയിൽ ഇരുത്തും. താഴെ റോഡിൽ കൂടി പോകുന്നവർക്ക് അവൾ കടലാസ് കഷ്ണം ഇട്ടുകൊടുക്കും. ആളുകൾ മേലോട്ട് നോക്കുമ്പോൾ 2 കാലും തളർന്ന ഒരു കുട്ടി കൈകൊട്ടിച്ചിരിക്കുന്നു. എന്തോ ആംഗ്യഭാഷ കാട്ടുന്നു. അത് വായിക്കാതിരിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവൾ ഈ കഷ്ണം ഇട്ടുകൊടുത്തു കഴിയുമ്പോൾ താഴേക്കിടെ പോകുന്നവർ ബാൽക്കണിയുടെ മേളിൽ നിന്ന് താഴോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റോഡിൽ കൂടെ പോകുന്നവൾ, റോഡ് സൈഡിലായിരുന്നു വീട്, റോഡിൽ കൂടെ പോകുന്നവരെല്ലാം മേളിലേക്ക് നോക്കും. അപ്പോൾ അവൾ കൈകൊട്ടി സന്തോഷിക്കും. അപ്പോൾ അവർക്ക് കാണാം 2 കാലുമില്ലാത്ത ആ കുഞ്ഞ് ബാൽക്കണിയിലിരുന്ന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ അവൾ കൈകൊട്ടിച്ചിരിക്കുന്നതും ആംഗ്യഭാഷ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് സംസാരിക്കുവാനും കഴിവില്ല. എന്നാലും അവൾ ദൈവത്തിൻ്റെ വചനം എഴുതുവാൻ അവൾക്ക് കഴിഞ്ഞു. അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പഠിച്ചു. അങ്ങനെ എഴുതി അവൾ ഇട്ടുകൊടുത്തു. ഒരു ദിവസം ബാൽക്കണിയിൽ അവളില്ല. അവളുടെ നോട്ടീസ് വേണ്ടി അതിലെ പോകാറുള്ള പത്രാധിപൻ നോക്കി. പണ്ട് ഈ പത്രാധിപൻ അതിലെ പോയപ്പോൾ ഒരു കടലാസ് കിട്ടി. വളരെ ദുഃഖത്തോടു കൂടി പ്രയാസത്തോടു കൂടി പത്രാധിപൻ അതിലെ പോവുകയായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ വന്നു. അവൻ എങ്ങനെയെങ്കിലും ഇനി ജീവിക്കാനായിട്ട് ഒരു രക്ഷയുമില്ല എന്നുള്ള മനസ്സിലുള്ള പ്രയാസത്തോടു കൂടി അതിലെ പോകുമ്പോഴാണ് ഈ കുട്ടി അന്ന് കടലാസ് ഇട്ട് കൊടുത്തത്. ആ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മകനായിട്ട് തീർന്നു എന്നുള്ളത് കൊണ്ട് അതിലെല്ലാം പോകുമ്പോൾ ആ പത്രാധിപൻ ആ കടലാസ് അവളിൽ നിന്ന് ശേഖരിക്കുമായിരുന്നു. അവളെ കാണാതെയായപ്പോൾ അവളെക്കുറിച്ച് അന്വേഷിച്ചു. ഹിരൺ മരണക്കിടക്കയിലാണെന്ന് മനസ്സിലായി. അന്ന് രാത്രി അവൾ തീരെ തണഞ്ഞു. പിറ്റേ ദിവസത്തിൽ പത്രത്തിൽ വാർത്ത വന്നു. ആയിരങ്ങൾ അവർക്ക് പണ്ട് കിട്ടിയ ബാക്കി സകലങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ശവമഞ്ചത്തെ അനുഗമിച്ചു. അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. അനേകർ അവളുടെ ശവമഞ്ചത്തിൻ്റെ പുറകെ പോയി കടലാസും പിടിച്ചുകൊണ്ട്. ആ പത്രാധിപനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു മുൻപിലായിട്ട്. കാരണം അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് അവളുടെ നോട്ടീസായിരുന്നു. അല്പശക്തി ഉണ്ടായിരുന്നിട്ടും അനേകരെ രക്ഷയിലേക്ക് നടക്കുവാൻ ഹിരന് സാധിച്ചു. പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾക്ക് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ സാധിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾക്ക് തന്നതായിട്ടുള്ള കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചതായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിച്ചോ? ഇവിടെ അടുത്തതായിട്ട് ദൈവം പറയുകയാണ്, ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട്. ഒന്നാമതായി, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തും. കളവായി പറഞ്ഞ് നടന്നവർ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വന്ന് നിന്നെ ഉപദ്രവിച്ചോ നിൻ്റെ കാല് നമസ്കരിക്കും. രണ്ടാമതായി, പരീക്ഷ കാലത്ത് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞാൻ നിന്നെ കാക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. പരീക്ഷ സമയത്ത് പരീക്ഷയിൽ കടന്നു പോകാതെ കാക്കുന്ന ഒരു ദൈവമായിട്ട് നിൽക്കും. നാം അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ അധികത്തിൽ നമ്മെ നടത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് അവിടെ കാണുന്നതെന്ന് ദൈവത്തിൻ്റെ ആലയത്തിലെ തൂണാക്കം മുഖ്യസ്ഥാനം നമുക്ക് തരും. നിൻ്റെ കഴിവുകൊണ്ടല്ല, നീ ദൈവത്തിൻ്റെ വചനം കാത്തതിനാൽ. നാലാമതായിട്ട്, പുതിയ നാമവും അവൻ്റെ മേൽ എഴുതും. ഒരു കുറ്റവും ഈ സഭയെക്കുറിച്ച് പറയുന്നതായി കാണുന്നില്ല. അല്പമേ ശക്തിയുള്ളൂ. കഷ്ടതയുടെ തീച്ചൂടയിൽ കൂടിയാണ് കടന്നു പോയിരുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ വചനം കാത്താൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരനാക്കും എന്ന ഇമ്പസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, ദൈവത്തിൻ്റെ വചനം അതിനോട് കൂട്ടുവാനും കൂട്ടാതെ, അതിൽ നിന്നൊന്നും കുറയ്ക്കാതെ ആ സത്യവചനം അതുപോലെ വായിക്കുവാനും പഠിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിത്യത മുഴുവനും പാടിയാലും
Good morning, sisters. Matthew chapter 22, verse 14. For many are called, but few are chosen. Called versus chosen. What does it mean to be called or chosen? Those that are called means that they are invited or are qualified. Take the wedding feast in Matthew chapter 22, for example. Many were invited to the wedding feast and were qualified as they had some relationship to the bride or bridegroom. However, they rejected the call or invite. Those that were chosen means that they were specifically selected and answered the call. Dear sisters, we want to be chosen. For God has called each one of us, but those that answer are considered chosen. Now our condition was that we who were not related to the bride or bridegroom were therefore not qualified to be called. But God, who is rich in mercy, made us heirs with Christ, so that we are part of God's family, and are therefore called and invited to the banquet feast. Also, we know what Jesus had done to make us qualified of the calling. However, we are also chosen, since the Jews rejected Christ, and we who were once Gentiles were given a chance and were specifically selected to attend the wedding feast with the garment of salvation. For those that don't have this are trespassers into the feast, as seen in Matthew chapter 22 verses 11 to 13. 1 Peter chapter 2 verse 9 says, But ye are a chosen generation, a royal priesthood, an holy nation, a peculiar people, that ye should shew forth the praises of him who hath called you out of darkness into his marvelous light. He called us out of darkness into his marvelous light, and we are his chosen generation. All we have to do now is accept it, believe it, and live it. For we were made for so much more. Don't let temptations and doubt get to you, for it will try your faith to produce patience, and therefore make you perfect when you overcome it. Be filled with wisdom by asking him for it, and have faith that it will be given to you. But if you waver and become double-minded, don't expect to receive anything from God, for every good and perfect gift is from God. He made us as the first fruits of his creation, based on the word of truth, and we believe here on that same word of truth. May we sing this song together. Strength will rise as we wait upon the Lord. We will wait upon the Lord. We will wait upon the Lord. Strength will rise as we wait upon the Lord. We will wait upon the Lord. We will wait upon the Lord. Our God, you reign forever. Our hope, our strong deliverer. You are the everlasting God, the everlasting God. You do not faint, you won't grow weary. Strength will rise as we wait upon the Lord. We will wait upon the Lord. We will wait upon the Lord. Strength will rise as we wait upon the Lord. We will wait upon the Lord. We will wait upon the Lord. Our God, you reign forever. Our hope, our strong deliverer. You are the everlasting God, the everlasting God. You do not faint, you won't
comfort those in need. You lift us up on wings like eagles. Our God, you reign forever. Our hope, our strong deliverer. You are the everlasting God, the everlasting God. You do not faint, you won't grow weary. You're the defender of the weak. You comfort those in need. You lift us up on wings like eagles. May his name alone be glorified. Amen.